എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. SLC +1 +2 2024 റിസൾട്ട് എപ്പോൾ, ഇമ്പ്രൂവ്മെൻ്റ് എപ്പോൾ, ഏറ്റവും പുതിയ വാർത്തകൾ വിദ്യാർത്ഥികൾ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. റിസൾട്ട് എപ്പോൾ, ഇതിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് എപ്പോഴാണ്, ഏറ്റവും പുതിയ വിവരങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളിലേക്ക് എത്തിക്കൂ എന്നാണ് വിദ്യാർത്ഥികൾ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ പരിശോധിക്കാം. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ചെയ്തും കൂടി എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. SLC +1 +2 2024 SLC +1 +2 2024 ആദ്യം SLCയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ റിസൾട്ട് മെയ് 15-നും 25-നും ഉള്ളിലായിരിക്കും എന്തായാലും റിസൾട്ട് വരിക. കഴിഞ്ഞ വർഷം മെയ് 19-നാണ് SLC റിസൾട്ട് അനൗൺസ്മെൻറ്റ് ചെയ്തത്. ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങളുടെ ഒരു ജൂൺ ഓർ ജൂലൈ അതിലായിരിക്കും SLCയുടെ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ നടക്കുക. ഇതാണ് ഇപ്പോൾ SLCയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട വാർത്ത. +1ൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് നിലവിൽ ഡേറ്റ് ഒന്നും ലഭിച്ചിട്ടില്ലെങ്കിൽ പോലും +1ൻ്റെ റിസൾട്ട് കഴിഞ്ഞ വർഷം ജൂലൈ 15-നാണ് വന്നത്. അപ്പോൾ അത് ഓർക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക, ഇനി മെയ് ജൂണും കൂടെ നിങ്ങളുടെ മുമ്പിൽ കിടപ്പുണ്ട്, 2 മാസം കൂടെ നിങ്ങൾക്ക് കിടപ്പുണ്ട്. ഈ SLCയുടെയും +2ൻ്റെയും വാല്യുവേഷൻ ഒപ്പം തന്നെയാണ് നിങ്ങളുടെ വാല്യുവേഷൻ നടക്കുന്നതെങ്കിൽ പോലും നിങ്ങളുടെ റിസൾട്ട് എന്ത് ചെയ്യാറുണ്ട്, എപ്പോഴും വൈകാറുണ്ട്. അതായത് ജൂലൈയിലേക്ക് പോകാറുണ്ട്. കാരണം SLCക്കാർക്കെന്ന് പറയുന്നത് നിങ്ങളുടെ +1ൻ്റെ റിസൾട്ട് വൈകുന്നതിന് കാരണമെന്ന് പറയുന്നത് +1ൻ്റെ റിസൾട്ട് വൈകുന്നതിന് കാരണമെന്ന് പറയുന്നത് SLCക്കാർക്കെന്ന് പറഞ്ഞാൽ എന്താണ്, അവർക്ക് +1ലേക്ക് ഇനി അഡ്മിഷന് പോകേണ്ടതാണ്. +2കാർക്കെന്ന് പറഞ്ഞാലും എന്താണ്, അവർക്കിനി അടുത്ത കോഴ്സിലേക്ക് പോകേണ്ടതാണ്. പക്ഷേ +1 വിദ്യാർത്ഥികൾ അങ്ങനെയല്ല. നിങ്ങൾ എന്ത് ചെയ്യുന്നവരാണ്, കണ്ടിന്യൂ ചെയ്യുന്നവരാണ്. നിങ്ങളെന്താണ്, ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയർ എന്ത് ചെയ്യാൻ പോവുകയാണ്, കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നവരാണ്. അപ്പം നിങ്ങളുടെ റിസൾട്ട് അത് കാരണം തന്നെയാണ് കുറച്ച് വൈകുന്നത്. ഇപ്പോൾ പെട്ടെന്ന് റിസൾട്ട് പുറത്ത് വിട്ടിട്ടും നിങ്ങൾക്കതുകൊണ്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ റിസൾട്ട് എന്ത് ചെയ്യുന്നത്, ഡിലേ ആയിട്ട് കിടക്കുന്നത്. ഇമ്പ്രൂവ്മെൻ്റ് എപ്പോഴാണ്, കഴിഞ്ഞ വർഷം വരെ നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസമായിരുന്നു. ജൂലൈയിൽ റിസൾട്ട് പ്രസിദ്ധീകരിക്കുക, അതിനുശേഷം ഇമ്പ്രൂവ്മെൻറ്റ് വിജ്ഞാപനം പുറപ്പെടുവിക്കുക, ശേഷം എന്ത് ചെയ്യുക, ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ ആയിട്ട് എന്ത് ചെയ്യുക, ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ നടത്തുക, ഒക്ടോബറോ നവംബറോട് കൂടി റിസൾട്ട് പ്രസിദ്ധീകരിക്കുക. ഇതാണ് എല്ലാ വർഷവും ചെയ്യുന്നത്. പക്ഷേ ഈ വർഷം മുതൽ എന്താണ്, നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ നിങ്ങളുടെ +2ൻ്റെ പബ്ലിക് എക്സാമിനൊപ്പം നടത്താനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ നിങ്ങളുടെ +2ൻ്റെ എക്സാമിനൊപ്പം തന്നെയായിരിക്കും. ഇനി കഴിഞ്ഞ വർഷം അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ അതിനെതിരെ പ്രതികരിച്ചതിനെ തുടർന്ന് ഇതാണ് കഴിഞ്ഞ വർഷം തൊട്ടേ ഈ നിയമം പ്രാബല്യത്തിൽ വരേണ്ടതായിരുന്നു. പക്ഷേ അധ്യാപകരും വിദ്യാർത്ഥികളും ഒക്കെ പ്രതികരിച്ചതുകൊണ്ടും അവർ ഈ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളൊക്കെ ഇതിനെതിരെ പരാതി പറഞ്ഞുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ നേരത്തെ നടത്തി. ഈ വർഷം തൊട്ട് എപ്പോഴാണ്, മാർച്ചിലെ പബ്ലിക് എക്സാമിനൊപ്പം ആണെങ്കിൽ പോലും വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഒക്കെ അതിനെതിരെ പ്രതികരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അത് നേരത്തെ നടത്താൻ തീരുമാനിക്കും. എല്ലാ വർഷവും ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് സെപ്റ്റംബറിൽ നടത്തുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇമ്പ്രൂവ്മെൻറ്റ്. കാരണം മാർച്ചിൽ നടത്തുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ +2ൻ്റെ പബ്ലിക് എക്സാമിൻ്റെ ടൈമാണത്. പബ്ലിക് എക്സാമിൻ്റെ ടൈം എന്ന് പറയുമ്പം ഒരു പ്രശ്നം നിങ്ങൾക്ക് അവിടെ വരുന്നുണ്ട്. ആ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ +2ൻ്റെ പബ്ലിക് എക്സാമിനൊപ്പം എന്ന് പറയുമ്പോൾ രാവിലെ +2ൻ്റെ പബ്ലിക് എക്സാം, ചിലപ്പോൾ വൈകിട്ട് ഇമ്പ്രൂവ്മെൻറ്റ്, എല്ലാം കൂടി കുഴഞ്ഞൊരു അവിയൽ പരുവത്തിലാവും എന്ന് പറഞ്ഞ പോലെ എന്ത് ചെയ്യും, ലാസ്റ്റ് വിദ്യാർത്ഥികൾക്ക് അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി മാറും. ഫസ്റ്റ് ഇയർ പഠിക്കണോ സെക്കൻഡ് ഇയർ പഠിക്കണോ, രണ്ടും പബ്ലിക് എക്സാമാണ്, രണ്ടും വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാകും. അതുകൊണ്ട് തന്നെ സെപ്റ്റംബറിൽ നടത്തുന്നതാണ്. അതാകുമ്പം സെപ്റ്റംബർ ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്തു, ഇമ്പ്രൂവ്മെൻറ്റ് കഴിഞ്ഞ് വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് ഇയറിലേക്കുള്ള കോൺസെൻട്രേഷൻ ചെയ്യാം. ഇമ്പ്രൂവ്മെൻറ്റ് കഴിഞ്ഞിട്ട് അതവിടെ വിടാമല്ലോ. അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ സെപ്റ്റംബറിൽ തന്നെ നടത്തുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. ഇനി +2ൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് മെയ് 15-നും 25-നും ഉള്ളിലാണ് വരുന്നത്. കഴിഞ്ഞ വർഷം മെയ് 25-നാണ് +2ൻ്റെ പരീക്ഷാഫലം അനൗൺസ്മെൻറ്റ് ചെയ്തത്. ഇമ്പ്രൂവ്മെൻറ്റ് എപ്പോഴാണെന്ന് വെച്ചാൽ ജൂൺ ഓർ ജൂലൈ. റിസൾട്ടിന് ശേഷം എന്ത് ചെയ്യും, റിവാലുവേഷൻ, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടണി ഉണ്ടാവും. അതിൻ്റെയും കൂടി റിസൾട്ട് പ്രസിദ്ധീകരിച്ച് ഒരു ജൂൺ അല്ലെങ്കിൽ ജൂലൈ അവസാനത്തോടു കൂടി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ നടത്തി സെപ്റ്റംബറിൽ ഒക്ടോബറോട് കൂടി അതിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന രീതിയിലാണ് ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ നമുക്ക് നിലവിൽ ലഭിക്കുന്ന അറിയിപ്പുകൾ. നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഡേറ്റും ഈ വർഷം വരാൻ സാധ്യതയുള്ള ഡേറ്റുമാണ് നമ്മൾ വീഡിയോയിൽ കൂടെ വിദ്യാർത്ഥികളുമായി താരതമ്യം ചെയ്തിരിക്കുന്നത്. ഏതായാലും
കാത്തിരിക്കുക, വെയിറ്റ് ഫോർ റിസൾട്ട്. ക്ഷമയോടെ കാത്തിരിക്കുക. ഏതായാലും അടുത്ത മാസമേ ഉണ്ടാവുള്ളൂ. വാലുവേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വാലുവേഷനൊക്കെ ഇന്നലെ ഇവിടെ തന്നെ കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.